ചായ റെഡിയായേ. ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എന്തുണ്ട് വിശേഷം? 6:30 ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ടാണ് ചായ ഇടാൻ പോണത്. നമുക്കൊരു ചായ ഇടാം രാവിലെ തന്നെ. എനിക്ക് ചെറിയ തൊണ്ടവേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായ ഇട്ട് കുടിക്കാം. ചായ ഇടാന്ന് വിചാരിച്ച് എന്നിട്ട് എനിക്കും തൊണ്ടവേദനയായി കേട്ടോ. എല്ലാവർക്കും വയ്യ, അതാണൊരു സങ്കടം. ഞാൻ ഉപയോഗിച്ചിട്ട് എണ്ണ തടവി വെച്ചാണ്. എണ്ണ തടവിയില്ലെങ്കിൽ അതൊരുമാതിരി ക്ലാവ് പിടിക്കും. ഞാൻ ഇടയ്ക്ക് മറന്നു പോകും കേട്ടോ. അപ്പോൾ അത് ഒരുമാതിരി ഇരുമ്പിൻ്റെ ആ ഒരു ഇത് വരും. അങ്ങനെയാണ്. അപ്പോൾ അത് നോക്കണം. അപ്പം പാല് കാച്ചി വെച്ചതിന് ശേഷം ഞാൻ ചായ ഇടാന്ന് വിചാരിച്ച് കുറച്ച് പാല്. എല്ലാവർക്കും എനിക്കും വയ്യ, തൊണ്ടവേദനയുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ പാടായിരിക്കും. എല്ലാവർക്കും വയ്യാതാകുമ്പോൾ അതാണ് പ്രശ്നം. നമ്മളെടുത്ത് കിടക്കണം. ഓ പൊന്നാ, ഹെൽപ്പ് ചെയ്യും മക്കളെ പല്ലുവായി. പിള്ളേർക്ക് വന്നാൽ എന്തായാലും നമുക്ക് വരും കേട്ടോ. നമ്മളും അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് കെട്ടിപ്പിടിച്ച് കിടക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. മോനുവിനാണെങ്കിലും നന്ദുവിനാണെങ്കിലും അങ്ങനെയാണ് എനിക്കും കൂടി വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് വരില്ലായിരുന്നു. ഇനി ചായപ്പൊടി ഇട്ട് ഗൈസ്. എല്ലാ മാസവും ഇങ്ങനെ വയ്യാതാവുമ്പോൾ പിന്നെ ഒരു സങ്കടം. ഇനി എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എനിക്കൊരു ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതിൻ്റെ ഒരു കാരണമാവും. ക്ലൈമറ്റ് ചേഞ്ച് ആയില്ലെങ്കിലും അസുഖം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. തേയിലയിടാം. തൊണ്ടവേദന, ഭയങ്കര തൊണ്ടവേദന. നിങ്ങൾക്ക് മനസ്സിലാവൂല. പക്ഷേ തൊണ്ടവേദന വന്നാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും. നമ്മൾ പനി വന്നാൽ അത് എഫക്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ബോഡി പെയിനും വരും. അതാണ് പ്രശ്നം. പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവൂല. ചായ റെഡിയായി കേട്ടോ. ഇനിയിപ്പം ചായ കുടിക്കണം. അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. അപ്പവും ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ ചമ്മന്തി ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിക്കട്ടെ. ഇതെല്ലാം ചായ കുടിച്ചോ. രാവിലെ എന്താണ് പണി? നല്ല മഴയല്ലേ ഇപ്പോൾ? ഭയങ്കര മഴ. 2 ദിവസം കൊണ്ട് ഭയങ്കര മഴ. എന്താണെന്നറിയുക. മഴ കുളം ചായ റെഡിയായി. ഏതെങ്കിലും ചായ കുടിച്ചോ? മോനൂട്ടനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചേ. അപ്പം ഡോക്ടർ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനി ഡോക്ടർ ഇല്ല. ഇനിയിപ്പം നാളെ രാവിലെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം ചുമയ്ക്കുള്ള മരുന്ന് സ്കോറലെല്ലസ് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. 5 ml വെച്ചിട്ട് 3 നേരം. അങ്ങനെ അന്ന് നമ്മൾ വാങ്ങിച്ചില്ലേ മറ്റേ പോട്ട്, അതിൽ പ്ലാന്റ് ചെയ്തതാണ്. കൊള്ളാമോ? രസമല്ലേ? കളർ ഗ്രീൻ കളറിൽ. പിന്നെ ഇതൊരു ചെടി. ഇത് ഞാനൊരു ചെടി അതിൻ്റെ ഒരു ശകലം വാങ്ങിച്ച് നട്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ഒരു തൈ കുറച്ച് മുറിച്ച് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അതാണ് നട്ടിരിക്കുന്നത്. ചിലപ്പോഴേ വളരുള്ളൂ. നമ്മളിതിപ്പം നട്ടാലും എല്ലാം ആ രീതിക്ക് വളരണം എന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. See you. ആണോ? ചിട്ട് എനിക്ക് വയ്യേ. എന്ത് പറ്റി? ഒരു കുഴപ്പമില്ല. ചുമയുണ്ടാ മുത്തിന്? ഇത് ചേട്ടൻ്റെ ആണ് പൊന്നു. പൊന്നിക്കും ഏജ് നോക്കിയിട്ട് ഈ അസ്കോറലെല്ലസ് ആണ് ഡോക്ടർ പറഞ്ഞത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്. അത് നോക്കിയിട്ട്. ചേട്ടൻ്റെ അതേ എമൗണ്ട് വേണ്ട. ആണോ? ശരി. മക്കളല്ലല്ലേ പൊന്നിക്ക് വേറെ വരുന്നു. കുക്കറിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ. പെട്ടെന്ന് വേറൊരു പാത്രവും വേണ്ട. ഈസി ആയിട്ട് റെഡിയാക്കാം. നമ്മൾ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ വെച്ചിട്ട് ഓയിലിട്ട്
കടു ഇടണം കേട്ടോ. കടു ഇട്ടതിന് ശേഷം നമ്മൾ ഈ സവാള ഇടണം. കുക്കർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ തന്നെ എല്ലാം ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ, ബോയ്സ് പുതുതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് പുതുതായിട്ട് കുക്ക് ചെയ്യുന്ന ആർക്കും പെട്ടെന്ന് ഈസിയായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പുതുതായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോക്കി വെച്ചോ കേട്ടോ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാവും എന്തായാലും. നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കടു ഇട്ടതിന് ശേഷം ഈ സവാള അതിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒറ്റ തവണ ഈ സാധനങ്ങളെല്ലാം ഇട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പോട്ട്, ഈ ഗ്ലാസ് പാത്രം നല്ലതാണ് കേട്ടോ, കടുവൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കടു ഇടണം, അതിനുശേഷം നമ്മൾ സവാള ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. അപ്പം തന്നെ നല്ലതായിട്ടൊന്ന് വാടി കിട്ടും. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടത്തില്ല കേട്ടോ. ഇതിപ്പോൾ അടച്ചു വെച്ച് നല്ല പെട്ടെന്നാവേ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ, ഇഞ്ചി മാത്രമേ ഇട്ടുള്ളൂ. പച്ചമുളകും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അതായത് ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഈ കോളിഫ്ലവർ ആഡ് ചെയ്യാം, പിന്നെ ബീൻസ് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സഡ് കറിയായിട്ട് എടുക്കാം. പക്ഷേ എനിക്കിന്ന് നമ്മുടെ സാധാ ഉരുളക്കിഴങ്ങ് കറി മാത്രമായിട്ട് കിട്ടത്തില്ലേ, അത് തന്നെ വേണം എന്നുണ്ടായിരുന്നേ. ഉരുളക്കിഴങ്ങ് അപ്പം അത് ഭയങ്കര ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇത് മാത്രം ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റാണ്. മറ്റേ മിക്സഡ് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വേറെ വേറെ ദിവസങ്ങളിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണേ. പിന്നെ മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. മുളക് പൊടി അധികം വേണ്ട കേട്ടോ, കുറച്ച് മുളക് പൊടി മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും പച്ചവെള്ളമൊന്നും കോരി ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ അത് വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയാൽ എപ്പോഴും ചൂട് വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം എടുത്ത് പെട്ടെന്ന് ചൂടാക്കിയിട്ട് അത് തന്നെ ഒഴിക്കുകയാണ്. ഇത് പെട്ടെന്ന് ചൂടായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളും അങ്ങനെ ചെയ്യാവൂ കേട്ടോ. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എനിക്കിവിടെ മിക്കവർക്കും അറിയാം, ജസ്റ്റ് പുതുതായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിഞ്ഞുകൂടെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യണം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ എൻ്റെ കലാപരിപാടിയാണ് ഗൈസ്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗോഷയെ കാണിച്ച് കളിച്ച് ഒക്കെ ആയിരിക്കും. മിക്കവാറും അവിടെ പാട്ടിട്ടേക്കിരിക്കും. പാട്ടിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പാടി കളിക്കും. അതാണ് എൻ്റെ ഒരു വൈബ്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ പാടി കളിച്ചോളും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ. എൻ്റെ മോൻ വീണ്ടും ഡ്രസ്സ് മാറിയേ. ഇതാണ് ഇതിൻ്റെ പരിപാടി. ബാഗ് കൊണ്ടുവയ്ക്കുക, തുണി മാറുക, ബാഗ് കൊണ്ടുവയ്ക്കുക, തുണി മാറുക. മുഖത്ത് നോക്കിട്ട് ദൈവമേ മാങ്ങയുടെ കറ ഒത്തേ കണ്ണിലെവിടെയൊക്കെ ആയി എൻ്റെ കൊച്ചിൻ്റെ. ചെടിയുടെ ഇല കുറേ കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ, അതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഞാൻ കുറച്ച് പറയിക്കളഞ്ഞു. എനിക്ക് അത് കണ്ടപ്പോൾ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇനി തൂക്കുമ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, കുക്കറിലായ ഇത് മാത്രം, ഉരുളക്കിഴങ്ങ് മാത്രം ഈ കുക്കറിൽ വെന്ത് കിട്ടും കേട്ടോ. എനിക്ക് ഈ കുക്കർ ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു കുച്ചുണ്ടാപ്പൊരു കുക്കർ കേട്ടോ. അപ്പം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എനിക്കിതിനെ മാറ്റാനും തോന്നുന്നില്ല. അങ്ങനെ ഫുഡ് എത്ര ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കേട്ടോ നമ്മുടെ കറിക്ക്. സത്യം പറഞ്ഞ ഗായ് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പൊക്കി അടിക്കുകയല്ല, സീരിയസ്ലി നല്ല ടേസ്റ്റാണ്. അതൊക്കെ കേട്ടോ. എനിക്ക് ആ തുണി ഫുള്ളും ഇന്നലെ കഴുകി ഇട്ടതാണ്. മേളിലാണ് ഉണക്കായിട്ടനായിട്ട്. അപ്പം 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയല്ലേ, അപ്പോൾ ഉണക്കി രാവിലെ തന്നെ ഞാൻ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. അതിപ്പം കിടപ്പുണ്ട്. അത് ഫുള്ളും എനിക്കിനി മടക്കാനുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ വല്ല കുടത്തിൽ നിന്ന് വന്ന ഭൂതം വല്ലതും ആണെന്ന്. ഹെൽപ്പ് ചെയ്ത് തരും കുറച്ചൊക്കെ. ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്പ് ചെയ്യാതെ ആൾക്കാരുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. പക്ഷേ മറ്റുള്ളവർ ചെയ്തു തരുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളാണ് കൂടുതൽ ചെയ്യണത്. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ എന്തായാലും
കറി സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് കണ്ട അടുത്തൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന കർച്ചീഫ് മൂക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ടൗലും എടുത്ത് അതിനെടുത്ത് മൂക്ക് തുടച്ചിട്ട് തോളിലിട്ടേക്കാണ്. പിന്നെ മൂക്ക് ഒലിക്കുന്നുണ്ട് കേട്ടോ പാവം. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ കപ്പയ്ക്ക തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. കപ്പയ്ക്ക അപ്പം എന്താണ് നമ്മൾ ഓയിലൊഴിച്ച് ഉഴുന്നിട്ട് കടുവിട്ട് കപ്പയ്ക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മറ്റേ നമ്മുടെ ഈ ചോപ്പറില്ലേ അതിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഈസിയാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാവേ. നല്ലതാണ് കേട്ടോ PJൻ്റെ ചോപ്പർ. എന്നിട്ട് നമ്മൾ ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് കപ്പയ്ക്ക അരിഞ്ഞില്ലേ അതിട്ടേ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഭയങ്കര ഈസിയായിട്ട് നമുക്കത് റെഡിയാക്കാം. ചോപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. കുനുകുനാന്ന് നമുക്ക് കിട്ടും. കപ്പയ്ക്കൊക്കെ ഇതിലരിഞ്ഞാൽ നന്നായിട്ടിരിക്കുക. പിന്നെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇന്ന് മീൻ വാങ്ങിച്ചില്ലേ, മീനൊന്നുമില്ല ഇന്ന്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൂട്ടിന് ഞാൻ അരച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, പിന്നെ എന്താണ് വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, കറിവേപ്പില ഇല്ല കേട്ടോ. കറിവേപ്പില തീർന്നു. പിന്നെ ഞാനതൊന്നും ഇട്ടില്ല. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ ഈ മിക്സി കഴുകിയ വെള്ളമില്ലേ അതാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒഴിച്ച് അതും കൂടി ഇട്ട് പെട്ടെന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്പീഡ് കാണിക്കുകയാണ്. കുറച്ച് താമസമുണ്ട് കുക്ക് ചെയ്യണവർക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര താമസം എടുക്കുന്നൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറിയായി. ഭയങ്കര താമസമൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ വെള്ളരിക്ക കിച്ചടി കേട്ടോ. നന്ദുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്ക കിച്ചടി. അങ്ങനെ വെള്ളരിക്ക കിട്ടിയേ, അതുകൊണ്ട് ഞാൻ വെള്ളരിക്ക കിച്ചടി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വെള്ളരിക്ക നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ കട്ട തൈരിൽ കടുവും പച്ചമുളകും പിന്നെ എന്താണ് ശകല ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. ഈ തൈര് പുളിയേ കാണരുത് കേട്ടോ. പുളി ഇല്ലാത്ത തൈര്. കാരണം നമ്മുടെ ഇവിടെ അധികം പുളി ആർക്കും ഇഷ്ടമില്ല. അതാണ്. അതുകൊണ്ട് ചോറ് പിന്നെ നമ്മൾ വാർത്ത് അതും കൂടി ആവാറായിട്ടുണ്ട്. ഈ കിച്ചടി നല്ല ടേസ്റ്റായിരുന്നേ. പുളി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കും പുളി ഇഷ്ടമില്ല. അവിടെ രണ്ടുപേരും കൂടി ഇന്ന് കളിക്കുന്ന സൗണ്ടാണ് കേട്ടോ. ഒരാളുടെ ടോയ് വേറൊരാളെടുക്കും, കാർ എടുത്തെന്നും പറഞ്ഞ് മോന് കിടന്ന് വിളിക്കും. അടുത്ത് നന്ദുവിൻ്റെ ബാറ്റ് എടുത്തെന്ന് പറഞ്ഞ് അവൻ കിടന്ന് വിളിക്കും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം കേട്ടോ. പിന്നെ ഞാൻ കടുവറുത്തൊന്ന് നമ്മുടെ ഈ എന്താണ് കിച്ചടിക്കില്ലേ അതൊന്ന് ഇടാണ്. അപ്പോൾ നമ്മളിന്ന് സിമ്പിൾ ലഞ്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന 2 ലിപ്സ്റ്റിക്ക് നിങ്ങൾ കാണിച്ചു തരാമേ. നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് സമയം കിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ കാണിക്കും. നല്ല ഷെയ്ഡാണ് കേട്ടോ. രണ്ടും നമ്മുടെ ഏത് സ്കിൻ ടോണിനും ചേർന്ന് പോകുന്നൊരു ഷെയ്ഡാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ 2 ലിപ്സ്റ്റിക്സ് ആണ് ഇപ്പോൾ ഞാൻ കറൻ്റ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഞാൻ എന്തായാലും കാണിച്ചു തരാവേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ 2 ഷെയ്ഡ്സും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓൾ എന്ന് പറയുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, എന്നാലേ കിട്ടത്തുള്ളൂ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് പറ്റില്ല കേസ്. എന്തായാലും കാണിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ അടുക്കള കുളമാവും. പക്ഷേ എന്നാലും കുളമായതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടവും ക്ലീൻ ചെയ്ത് എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് വീണ്ടും വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി കൈസ് ഭയങ്കര സമാധാനം, ഒരു സന്തോഷമാണ് കേട്ടോ. അതൊരു സുഖമാണ്. അത് ആസ്വദിക്കുന്നവർക്ക് അതൊരു സുഖമായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ MSI കിടക്കുന്ന വീടാണെങ്കിൽ അലങ്കോലമായിട്ട് കിടന്നാലും ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് നോക്കും കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലായിടും അടുക്കി പറക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് ഞാനും മോനും കൂടി ഊണ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചടി, തോരൻ, പാവയ്ക്ക മറ്റേ കൊണ്ടാട്ടം ഇല്ലേ വറുത്തത്, അത് പിന്നെ അമ്മയുടെ നാരങ്ങ അച്ചാർ. അപ്പോൾ ഞാനും മോനൂട്ടനും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. നന്ദുനും ചേട്ടനും വേണ്ടാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പം കാപ്പി കുടിച്ചിട്ട് ലേറ്റായി. അതുകൊണ്ട് പിന്നെ പതുക്കെ മതി എന്ന് പറഞ്ഞു. പിന്നെ മോനുവിന് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടി എന്തായാലും കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി ക്ലീനിങ് ആണ്. എൻ്റെ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് വയ്ക്കുമ്പോൾ എനിക്കൊരു സമാധാനം, ഇരിക്കുന്നിടത്തൊക്കെ വയ്ക്കുമ്പോഴേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ടേണെത്തി അടുക്കളയും കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ ആണ് കേട്ടോ. ഞാൻ അടുക്കളയും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും വർക്ക് ഏരിയയൊക്കെ എനിക്ക് തുടങ്ങണം. അപ്പോൾ ഞാനതങ്ങ് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ തുടക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.